HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് HSI ഫിസിക്കൽ സയൻസ് ഇപ്പോൾ PSC വിളിച്ചിരിക്കുകയാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ കേട്ടറ്റ് പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്തും ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു HSI എന്ന് വിളിക്കും, HSI എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇതാ നമ്മുടെ HSIയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏതൊരു പരീക്ഷയും പോലെ തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങിയെങ്കിൽ മാത്രമേ ഈ ഒരു വലിയ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, ആദ്യം മുതൽ തന്നെ ഉഴപ്പില്ലാതെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനും അങ്ങനെ നല്ല റാങ്കിലെത്താനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല റാങ്ക് തന്നെ ലക്ഷ്യം വെച്ച് പഠിക്കുക. ഒരു ബ്രിമ്മിലുള്ള റാങ്ക് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ആടിക്കളിക്കുന്ന ഒരവസ്ഥ വരാതെ നമ്മൾ നമ്മുടെ തന്നെ സ്ഥാനം സുരക്ഷിതമാക്കാനായിട്ട് പ്രത്യേകം ആദ്യമേ തന്നെ നിങ്ങൾ കരുതൽ പുലർത്തുക. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വൈഡായിട്ടുള്ളൊരു വായന നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. പിന്നെ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ പല പല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയെങ്കിൽ മാത്രമേ വളരെ സമഗ്രമായ ഒരു പഠനം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനാവൂ. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്തിനും നിങ്ങളോടൊപ്പം ഉണ്ട്. HSI ഫിസിക്കൽ സയൻസ് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഉറപ്പോടുകൂടി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ നമ്മുടെ HSI ഫിസിക്കൽ സയൻസിൻ്റെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ തർക്കങ്ങൾക്ക് ഒരു വിരാമം ഇട്ടിരിക്കുകയാണ്. So the following is the list of qualifications which were accepted as equivalent or higher qualification in the previous selections of this post. The candidates possessing these qualifications can apply for the post by clicking apply now button. The candidates need not produce any certificate to prove their equivalent or a higher claim. However, the admissibility of these qualifications for the present selection will be examined afresh by the commission in the light of relevant government order or court order if any. പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇവിടെ നിശ്ചയിച്ചിരിക്കുകയാണ്. നേരത്തെ PhD, സെറ്റ്, നെറ്റ്, MPhil ഉള്ളവർക്ക്, ഇങ്ങനെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പുതിയ വിജ്ഞാപന പ്രകാരം നെറ്റ്, സയൻസിൽ നെറ്റുള്ളവർക്ക്, സെറ്റ്, PhD, MPhil ഉള്ളവർക്കൊക്കെ, MEd ഉള്ളവർക്കൊക്കെ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ BSc ഫിസിക്സ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ BSc ട്രിപ്പിൾ മെയിൻ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ട്രിപ്പിൾ മെയിൻ ഉള്ളവർക്കും MSc ഫിസിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അവിടെ നെറ്റ്, സെറ്റ്, PhD, MPhil, MEd ഒക്കെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് കണക്കാക്കപ്പെടും. പിന്നെ B.Ed ഇൻ ഫിസിക്കൽ സയൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ B.Ed ഇൻ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് BSc എഡ്യൂക്കേഷൻ, സയൻസ് എഡ്യൂക്കേഷൻ, ഇതും നിങ്ങൾക്കൊരു ഡിസൈറബിൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 3 നിർബന്ധമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈക്വലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് MEd, MPhil, PhD, സെറ്റ്, നെറ്റ്. പിന്നെ BSc കെമിസ്ട്രിയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, BSc അനലിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് MSc കെമിസ്ട്രി, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനായിട്ട് PSC വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗ്യതകളുള്ളവരൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. B.Ed പ്ലസ് കേട്ടറ്റ് കാറ്റഗറി 3 ആൻഡ് ദീസ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ നിർബന്ധമായിട്ടും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്ലൈ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും അവസാന നിമിഷത്തേക്കൊന്ന് മാറ്റി വെക്കരുത്. സൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പറയാറുള്ളതാണ്, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ അതിനുവേണ്ടി അപ്ലൈ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത്
വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവസാന നിമിഷം ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവുകയോ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരികയോ ഒക്കെ ചെയ്താലും ആകെ പ്രശ്നമാവും. അതുകൊണ്ട് അതിനൊന്നും വഴിവെക്കാതെ തന്നെ ആദ്യമേ തന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി പിന്നെ പഠനം മാത്രം മിച്ചം കിടക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ക്വാളിഫിക്കേഷൻസിൻ്റെ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ നമ്മൾ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മലയാള പദങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സയൻറ്റിഫിക് ടേമുകളുടെ എല്ലാം അനുബന്ധമായിട്ടുള്ള മലയാള പദങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഈ പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ട് മലയാളത്തിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിച്ചിട്ട് +1 +2 ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ പഠിക്കുക. പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷിൽ മാത്രമാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എല്ലാം പോകുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷ മലയാളത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സയൻറ്റിഫിക് ടേമുകളുടെ എല്ലാം മലയാള പദങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഒരാൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് മലയാള പദങ്ങൾ പഠിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ മദർ ടങ്ക് തന്നെ, നമ്മുടെ മാതൃഭാഷ തന്നെ ആയതുകൊണ്ട് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ പോലും സയൻറ്റിഫിക് ടേമുകൾ മലയാളത്തിൽ പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ചിലപ്പോൾ ഇത് മറന്നു പോകും. അപ്പോൾ വിസരണം, പ്രസരണം അങ്ങനത്തെ ചില പദങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് പദങ്ങളും അതിൻ്റെ മലയാള പദങ്ങളുമെല്ലാം എഴുതി അതിനനുസരിച്ച് പഠിക്കണം ആദ്യമേ തന്നെ. അപ്പോൾ ആ ഒരു എഫർട്ട് കൂടി നമുക്ക് അഡീഷണലായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി തന്നെ ഒരു ഡയറിയോ ഒരു ചെറിയ നോട്ട്ബുക്കോ ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. പഠിക്കുന്നതനുസരിച്ച് ഓരോ പദങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അവസാന നിമിഷം ഒന്ന് മറിച്ച് നോക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കുന്നത് ഒട്ടും കൂടിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ അങ്ങനെ ഒരു കാര്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക. മലയാള പദങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഒപ്റ്റിക്സിൻ്റെ ഒക്കെ സ്കാറ്ററിങ് അങ്ങനത്തെ പദങ്ങളൊക്കെ അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാള പദങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം നിസ്സാരമായിട്ട് ആംഗിൾ എന്നുള്ളതൊക്കെ ഇല്ലേ, നമ്മളെല്ലാം ആംഗിൾ എന്നൊക്കെ പറയും. പക്ഷേ കോണളവ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താണ് എന്ന് പരീക്ഷാ ഹാളിലിരുന്ന് വാ പൊളിക്കാതെ ആദ്യമേ തന്നെ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ചോദ്യങ്ങളും അങ്ങനത്തെ ചോദ്യ മാതൃകകളും അങ്ങനത്തെ പദങ്ങളുമൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന അങ്കലാപ്പും അമ്പരപ്പും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുക. മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചുപോക്കാണ്. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ നമ്മൾ ഫുള്ളി ഇംഗ്ലീഷായിട്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ഹയർ എഡ്യൂക്കേഷൻ നടത്തിയ ആൾക്കാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസം നടത്തിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയൊരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ അതിന് വേണ്ടുന്ന ഒരു പ്രയത്നം നടത്തുക. അത് നിങ്ങളെ സഹായിക്കും. അത് അവസാന നിമിഷത്തേക്കൊന്നും മാറ്റി വെക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ചിലപ്പം ചില ടേമുകളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോലും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് അനുസരിച്ചുള്ള മലയാള പദങ്ങൾ കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിൾ ചെയ്താൽ പോലും അതിനനുസരിച്ചുള്ള മലയാള പദങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഗൂഗിൾ ചെയ്യുമ്പം അത് അന്ധമായിട്ട് വിശ്വസിക്കാതെ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ്. ഓരോ പദങ്ങളുടെയും മലയാള പദങ്ങൾ ഗൂഗിളിൻ്റെ ചിലപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചിലപ്പം എറർ ആയിട്ടുള്ള ഔട്ട്പുട്ടുകളൊക്കെ തന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്കിലേക്കൊന്ന് പകർത്തി അതൊന്ന് വായിച്ച് നോക്കുന്നതൊക്കെ നല്ലതാണ്. അത് ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കുന്ന അത്രയും പ്രയാസം എന്തായാലും ഇതിന് വരത്തില്ല. കാരണം പുതിയ ഭാഷയൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അത്രയും പ്രയാസമൊന്നും വരത്തില്ല. നിങ്ങൾ അതിനുവേണ്ടി ഒരു ചെറിയൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു എഫർട്ട് ഇട്ടാൽ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും വെക്കണം. അതിനുള്ള പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പിന്നെ രണ്ടാമത് നമ്മുടെ കൊടുത്തിരിക്കുന്ന കാര്യം ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ളതാണ്.
അപ്പോൾ ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചും ഇപ്പോൾ നെറ്റ്, സെറ്റ് ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്യുന്ന പരീക്ഷകളാണ്. ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിൽ എല്ലാ വിഷയങ്ങളുടെയും മാത്തമാറ്റിക്സ്, സയൻസ് പരമായിട്ടുള്ള വിഷയങ്ങൾ, മാത്തമാറ്റിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അതിൻ്റെ എല്ലാ സെറ്റ്, നെറ്റ്, കേട്ടിട്ട് എല്ലാത്തിൻ്റെയും കോച്ചിങ് നടത്തുമ്പോൾ ഞങ്ങളെല്ലാം പറയുന്ന കാര്യമാണ്, നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. കാരണം പ്രോബ്ലം ചെയ്ത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തോ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ കാലത്തോ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന രീതി വളരെ കുറവാണ്. നമ്മുടെ സിലബസിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണോ കരിക്കുലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണോ എന്താണോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഏറ്റവും അധികം ദോഷമായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തെ പഴിക്കും, നമ്മൾ നടത്തിയ വിദ്യാഭ്യാസത്തെ പഴിക്കും. അപ്പോൾ നമ്മൾ അന്നേരം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏകപോം വഴി. അപ്പം നിസ്സാരമായിട്ടുള്ള പ്രോബ്ലം ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, +2വിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുള്ളത്. ഞാൻ കോച്ചിങ് സ്ഥാപനങ്ങളെ മഹത്വവൽക്കരിക്കുകയോ അങ്ങനെ കോച്ചിങ്ങിന് പോകാത്തവരെ ഇകഴ്ത്തി കാണിക്കുകയോ ഒന്നുമല്ല. +2വിൻ്റെ കൂടെ എൻട്രൻസിന് പോയവർ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റിന് പോയവർ, അതിന് സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് കിട്ടാതെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഗേറ്റ് പരീക്ഷകൾ, നെറ്റ് പരീക്ഷകൾ, സെറ്റ് പരീക്ഷകൾ, ഇങ്ങനത്തെ പരീക്ഷകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽ നിങ്ങൾക്ക് തന്നെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളർത്തിയെടുക്കാനാണ് നമ്മളെപ്പോലെയുള്ള കോച്ചിങ് സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി അവിടെയാണ്. എല്ലാ കോച്ചിങ് സ്ഥാപനങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് സിലബസ് പ്രിപ്പയർ ചെയ്ത് സിലബസിനനുസരിച്ചുള്ള നോട്ടുകൾ തന്ന് ക്ലാസ്സുകൾ എടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നടത്തി പ്രോബ്ലം ചെയ്യിപ്പിച്ച് പരീക്ഷകൾ നടത്തി, വീക്കിലി പരീക്ഷകൾ നടത്തി അതിൻ്റെ പ്രോബ്ലം ചെയ്യിപ്പിച്ച് മോഡൽ എക്സാമുകൾ നടത്തി പ്രോബ്ലം ചെയ്യിപ്പിക്കുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും മുന്നിൽ തന്നെ നമ്മളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഞാൻ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത്, ഒക്കെ ടെറ്റിനാണെങ്കിലും സെറ്റിനാണെങ്കിലും നെറ്റിനാണെങ്കിലും ഞാൻ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇപ്പം പഠിച്ചു കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഇതിലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യമൊക്കെ പ്രോബ്ലം ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അവർ കരയും, ബഹളം വെക്കും മീൻസ് അങ്ങനെയല്ല, അവർക്ക് ആകെ പ്രയാസമാണ്. എന്നെ വിളിച്ച് സങ്കടം പറയാറുണ്ട്, മനസ്സിലാകുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, മറ്റ് പുതിയ കുട്ടികളോടുകൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അവർ ഭയങ്കര ഫാസ്റ്റാണ്, ഞങ്ങൾ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഒക്കെ ഞാൻ അവരെ ആശ്വസിപ്പിക്കും, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരുക, പഠിക്കുക, അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ആയിക്കോട്ടെ, നിങ്ങൾ സ്ലോ ആയിക്കോട്ടെ, പക്ഷേ സ്ലോ ആണെങ്കിൽ നിങ്ങൾ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൃത്യ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. നിങ്ങൾ പിന്നെ പതിയെ അതിൻ്റെ സ്പീഡ് കൂട്ടി വന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളിലും കടന്നു പോകുന്ന അത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കില്ല് വളർത്തിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ HSIക്ക് ആണെങ്കിൽ പോലും കുറേ ആൾക്കാർക്ക് കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു ഫീൽഡിലേക്ക് വീണ്ടും തിരികെ വരുന്നത് കൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളൊക്കെ കുറവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ പ്രത്യേകം പ്രോബ്ലം ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. നിങ്ങൾക്കറിയാം, ഫിസിക്കൽ സയൻസിന് പ്രോബ്ലം ഇല്ലാതെ ഒരു പരീക്ഷ ഉണ്ടാവില്ല, അല്ലേ? വെറുതെ നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളോ ചരിത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളോ മാത്രമൊന്നും അല്ല നമ്മുടെ ഇങ്ങനത്തെ പരീക്ഷകൾക്കുണ്ടാവുക, അല്ലേ? പ്രോബ്ലം ഉണ്ടാവും, നിർബന്ധമായിട്ടും പ്രോബ്ലം ഉണ്ടാവും. കാരണം ഒരാളുടെ കഴിവ് ഒബ്ജക്റ്റീവ് മാതൃകയിൽ അളക്കണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം നിർബന്ധമായിട്ടും ചോദിക്കണം. അപ്പോൾ ആ ഒരു ചോദ്യമാതൃകകൾ നിർബന്ധമായും പരീക്ഷയിൽ ഉൾച്ചേർത്തിരിക്കും. അപ്പം അതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് പഠിച്ചോണം. ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും, ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമെങ്കിൽ മലയാളം, പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നത് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനും
സ്പീഡ് കൂട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതിനും തന്നിരിക്കുന്ന 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളിലൂടെയും നമുക്ക് കടന്നുപോയി എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിനും വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ല് അതൊരു സ്കില്ല് തന്നെയാണ്. ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടുന്ന പരിശ്രമവും നിങ്ങൾ എടുക്കണം. ഏത് പ്രോബ്ലം കിട്ടിയാലും ചില ആൾക്കാർക്ക് പ്രോബ്ലംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, ഭയമാണ്. അപ്പോൾ ആ ചോദ്യം ഒഴിവാക്കിയിട്ട് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ PSCയുടെ ഒരു മാറിയ ഒരു ചോദ്യ രീതി അനുസരിച്ച് ഇപ്പം പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും അതിനും ഒരു പ്രോബ്ലത്തിൻ്റെ ചൊവ്വ അതിനും ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഒരു റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് HSA പാസ്സാവാം എന്നൊരു മിഥ്യാധാരണ നിങ്ങൾക്ക് വേണ്ട. പ്രോബ്ലം ചെയ്ത് പഠിക്കുക തന്നെ വേണം. എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസും, ന്യൂമറിക്കൽ പ്രോബ്ലംസും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രോബ്ലംസും ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് പഠിക്കണം. അങ്ങനത്തെ ചോദ്യ മാതൃകകളും നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. വെറുതെ വായിച്ച് പഠിക്കാതെ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രതിഫലനം റിഫ്ലക്ഷനെ പറ്റി നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഇക്വേഷൻ എല്ലാം കാണാതെ പഠിച്ചു, റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ എല്ലാം പഠിച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു, മിറർ ഫോർമുല പഠിച്ചു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു, സൈൻ കൺവെൻഷൻ കാണാതെ പഠിച്ചു. ശരി, ഇത് കാണാതെ പഠിച്ചു എന്ന് കരുതി കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എടുത്ത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്, പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്രോബ്ലം ചെയ്തെങ്കിൽ മാത്രമേ ആ കോൺസെപ്റ്റ്, ആ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ സ്വന്തമായി എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം, അല്ലാതെ രക്ഷയുണ്ടാവില്ല. ഏത് മത്സര പരീക്ഷയാണെങ്കിലും, നെറ്റോ സെറ്റോ കേട്ടോ ഏത് പരീക്ഷയാണെങ്കിലും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാതെ നിങ്ങൾക്ക് അത് പാസ്സാവാൻ പറ്റുമെന്നുള്ള ചിന്തയേ വേണ്ട, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾക്ക് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഏത് പ്രോബ്ലം ആണെങ്കിലും അത് ആദ്യമൊക്കെ പ്രയാസം ഉണ്ടാവും, കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റക്കാകുമ്പോൾ എവിടെയാണ് സ്റ്റക്കായത് എന്ന് ഉത്തര സൂചിക നോക്കുക, എന്നിട്ട് സ്റ്റക്കായ ഭാഗം കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് സ്റ്റക്കായി? എനിക്ക് ഫോർമുല അറിയത്തില്ലാത്തതാണോ, അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ അല്ലേ? അങ്ങനെ അതും മനസ്സിലാക്കി അതൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് അപഗ്രഥിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ശരി എനിക്ക് ഫോർമുല അറിയത്തില്ലാതായിപ്പോയി, അല്ലെങ്കിൽ സൈൻ കൺവെൻഷൻ ഞാൻ എടുത്തത് തെറ്റിപ്പോയി അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസ്, നിസ്സാരം ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും പാരലാണോ സീരീസ് ആണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ. അത് തന്നിരിക്കുന്നത് സീരീസ് കോമ്പിനേഷൻ ആണോ പാരലൽ കോമ്പിനേഷൻ ആണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, ഒപ്റ്റിക്സ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇതിനൊക്കെ ചിലപ്പോൾ ഇക്വേഷൻ അറിയത്തില്ലാതായിരിക്കാം, ചിലപ്പം സൈൻ മാറിയതായിരിക്കാം, പ്ലസ് രണ്ടിടത്ത് മൈനസ് ഇട്ടതായിരിക്കാം അല്ലേ. ചിലപ്പോൾ ഫോർമുലയുടെ പ്രശ്നങ്ങളായിരിക്കും, ചെറിയ പ്രശ്നങ്ങൾ, ഫോർമുല ഞാൻ മനഃപ്പാടമാക്കിയതിലെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിലെ തെറ്റായിരിക്കാം അല്ലേ. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ലഗ്രാഞ്ചിയൻ എഴുതുമ്പോൾ പൊട്ടൻഷ്യൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ അല്ലേ. ചിലപ്പം പോസിറ്റീവ് ആകാനിടത്ത് ഞാൻ ചിലപ്പോൾ നെഗറ്റീവായിരിക്കും ഇട്ടത്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തിയിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് കയറാൻ. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കോൺസെപ്റ്റ് ഒന്ന് പഠിക്കുക. കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് കയറുക. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ചോദ്യത്തിൽ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചോദ്യം വെറുതെ അങ്ങ് വായിച്ചു പോകാതെ വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിക്കണം. എന്നിട്ട് ഓരോ വാക്കും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില വാക്കുകളായിരിക്കും ചോദ്യത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിവിടുന്നത്. അപ്പോൾ ഓരോ വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിക്കണം. എന്നിട്ട് എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്നത്, ആ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ച ഫോർമുല എന്ത്, അതായത് ഞാൻ പഠിച്ച കോൺസെപ്റ്റ് എന്ത് എന്ന് മനസ്സിലാക്കി പുറകോട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. ആ ഒരു രീതി പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ആ ഒരു ജനറൽ രീതി. പിന്നെ ചില ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ തന്നെ നമുക്ക് ഒരു ഗൈഡ് ലൈൻ ആകാനുള്ള സാധ്യതയുണ്ട്. ചില ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഓപ്ഷനിലേക്ക് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻ ഏത് രീതിയിലാണെന്ന് നോക്കുക.
മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. എന്നിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ പല രീതിയിലുണ്ട്. ചില പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ചെയ്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും. ചിലതിനകത്ത് എലിമിനേറ്റ് ചെയ്യേണ്ട വരും, അല്ലേ? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെ പല രീതികൾ, അല്ലേ? താഴേന്ന് മുകളിലോട്ടോ, താഴേന്ന് മുകളിലോട്ടോ, മുകളിൽ നിന്ന് താഴോട്ടോ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പായി കഴിയുമ്പോൾ ഒരു പ്രോബ്ലം വായിക്കുമ്പോഴേ നിങ്ങൾക്ക് കത്തും, ഇത് ഈ രീതിയിൽ പോയാൽ എനിക്ക് ഉത്തരത്തിലെത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് താനിയെ മനസ്സിൽ തെളിഞ്ഞു വരും. വളരെ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. പ്രോബ്ലത്തോടുള്ള ഭയം മാറ്റാൻ അത് ഉപകരിക്കും. ഭയം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ സ്കില്ലിലേക്ക് തന്നെ എത്തിച്ചേർന്നോളും. അതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ. അല്ലാതെ മറ്റേ ചവന്യപ്രാശം തിന്നുന്ന പോലെ രാവിലെ വൈകുന്നേരം ഓരോ ഉരുള വെച്ച് കഴിച്ചാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് പഠിച്ചോണം. എത്രത്തോളം പ്രോബ്ലം ചെയ്യാവോ അത്രയും ചെയ്ത് പഠിച്ചോണം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്, അതും അടുത്തതാണ്. ഞാൻ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്, അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പോയി ആദ്യമായിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തീരുമാനമാകും. ആദ്യം വരെ അവസാനം വരെ ഒരു ചോദ്യം കടിച്ചു തൂങ്ങി കിടന്ന് നിങ്ങളുടെ പരീക്ഷ അമ്പേ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ ഇതിന് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് എത്ര വൈകുന്നോ അത്ര അനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റും റിസ്ക്കിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ സ്കില്ലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളർത്തിയെടുത്ത് ടൈം മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിലൂടെ പലതവണ കടന്നു പോകാൻ, ഒരു ചോദ്യത്തിലൂടെ തന്നെ പലതവണ കടന്നു പോകാൻ. നിങ്ങൾക്ക് ഒരു ചോദ്യം വായിച്ച് ഒറ്റ വായനയിൽ തന്നെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളുണ്ടാവും. അത് ആദ്യം ചെയ്തു വെക്കുക. പിന്നെ അടുത്ത വായനയ്ക്ക് കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് വീണ്ടും പോവുക. ചില ചോദ്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരിക്കും, അത് വിട്ടേക്കുക. എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ പരീക്ഷകൾ എഴുതണം. വീക്ക്ലി പരീക്ഷകളുണ്ട് നമുക്ക്, അല്ലേ? പിന്നെ മോഡൽ പരീക്ഷകളുണ്ട്. ഇങ്ങനത്തെ പരീക്ഷകൾ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് സ്വായത്തമാക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി തനിയെ പഠിച്ചു കളയാമെന്ന് ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറ്റാൻ പോകുന്ന പ്രശ്നം ഈ ടൈം മാനേജ്മെൻറ്റും ചോദ്യങ്ങളിലെ വൈവിധ്യങ്ങൾ പരിചയപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയുമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കോച്ചിങ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പോരെ ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം വളരെ തരുന്നതിനോടൊപ്പം നിങ്ങളെ പരീക്ഷ എഴുതാനും ഞങ്ങൾ പരിശീലിപ്പിക്കാം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, പഴയ ചോദ്യങ്ങൾ എടുത്ത് ചെയ്യുന്നതും പുതിയ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതുമെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ആ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ പഴയ ചോദ്യങ്ങൾ പുതിയ ചോദ്യമാതൃകകളൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതും ഒത്തിരി നല്ലതാണ്. ദെൻ അടുത്തത് പ്രധാനപ്പെട്ട കാര്യം NCERT ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടാവണം. അത് NCERT വായിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ എൻട്രൻസ് പഠിക്കുന്ന കാലത്ത് ചെയ്തുകൊണ്ടൊരു കാര്യമാണ്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും പറയും NCERT വായിക്കണം. പ്രത്യേകിച്ച് ബോട്ടണി സുവോളജി ഒക്കെ ആണെങ്കിൽ NCERT വായിക്കാതെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകരുത്. എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു NCERT കാണാതെ പഠിക്കുന്ന ആൾക്കാർ, ബയോളജികൾ ബോട്ടണി സുവോളജി ഒക്കെ NCERT കാണാതെ പഠിക്കുന്നവർ. ഇന്ന പേജിൽ ഇന്ന കാര്യമുണ്ട് എന്നവർ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്. കൃത്യ ആ വാക്ക് അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു ടേം അവിടെ ഉണ്ടായിരിക്കും. ആ രീതിയിൽ NCERT നിങ്ങൾ പരിചയം ഉണ്ടാവണം. +1 +2 NCERT നിർബന്ധമായിട്ടും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവണം. 10ൻ്റെയൊക്കെ ആണെങ്കിൽ വായിക്കുന്നത് 9, 10, 8, 9, 10, 11, 12 ഈ NCERTകൾ വായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വായിക്കുക എന്ന് വെച്ചാൽ വെറുതെ വായിച്ചു പോവുകയല്ല, വായിക്കുകയും അതിൻ്റെ കുറിപ്പ് എടുക്കുകയും വേണം. പ്രത്യേകിച്ച് എല്ലാ ഫിസിക്സിൻ്റെ ഫോർമുലയും അതിൻ്റെ ബേസിക്സ് എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബേസിക് ടെക്സ്റ്റ് ബുക്കുമായിട്ട് നിങ്ങൾക്കൊരു പരിചയം നിങ്ങൾക്കുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. പിന്നെ മലയാളം പദങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. അത് എഴുതി ഓരോ ഡിക്ഷണറി പോലെ അത് എഴുതി പഠിക്കണം. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് പരിചയമുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക, അത് ഓർത്ത് വെക്കുക. പഠനം ഇന്ന് തന്നെ തുടങ്ങുക. ദെൻ HSA ഫിസിക്കൽ സയൻസുമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കൂടാതെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും.
കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്. ഈ ചെറിയ വീഡിയോയ്ക്കുള്ളിലെല്ലാം നമുക്ക് തീർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ മാസം 7-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ദിവ്യ മിസ് നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും എല്ലാം മറുപടിയായിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ഈ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 7-ാം തീയതി വൈകുന്നേരം 7 മണിക്ക്. അപ്പോൾ അതിൽ വെറുതെ വന്ന് പാസീവായിട്ട് അറ്റൻഡ് ചെയ്ത് പോകാതെ സംശയങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക, സംശയങ്ങളുമായിട്ട് വരിക. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആശങ്കകൾ, സംശയങ്ങൾ, അതെല്ലാം ആ ഒറ്റ വെബിനാർ കൊണ്ട് പരിഹരിക്കുന്ന രീതിയിൽ അത്ര ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കെടുക്കുക, വളരെ ആക്റ്റീവായിട്ട് അതിൽ പങ്കെടുക്കുക, സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. മിസ് പറഞ്ഞു തരുന്ന വാല്യുബിൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ എഴുതിയെടുക്കണം. അപ്പം അങ്ങനെ പഠനം ഇന്ന് തന്നെ ഏറ്റവും അടുത്ത് തന്നെ നിങ്ങൾ ആരംഭിക്കുക. അതിന് ശുഭമുഹൂർത്തമൊന്നും കുറിക്കാനായിട്ട് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. എങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ 8 വർഷത്തോളമായി ഫിസിക്കൽ സയൻസ് വിളിച്ചിട്ട്, അപ്പോൾ ഇനി 8 വർഷം കാത്തിരുന്ന് വെറുതെ ആകരുത്. ഇതിനുവേണ്ടി സ്വപ്നം കാണുന്നവർ നിർബന്ധമായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നല്ല വിജയം നിങ്ങൾക്ക് ഉറപ്പ് തരാം. നല്ല റാങ്കിൽ നിങ്ങളെ എത്തിക്കാം എന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക. ഒരുമിച്ച് പഠിക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇവിടെ എല്ലാ കോഴ്സിലും കൊടുക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ഫിസിക്കൽ സയൻസിലും ബാധകമാണ്. നമ്മുടെ വീക്കിലി എക്സാമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകൾ വീക്കിലി, പിന്നെ മോഡൽ എക്സാമുകൾ, ക്യുമുലേറ്റീവ് എക്സാമുകൾ, പിന്നെ ലൈവ് സെഷൻസ്, ഇതെല്ലാം നോട്ടുകൾ, പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ HSA ഫിസിക്കൽ സയൻസ് നിങ്ങളുടേതാക്കി മാറ്റാൻ പരിശ്രമം ഇന്ന് തന്നെ ആരംഭിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിക്കാം. അങ്ങനെ നല്ലൊരു ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. So wish you all the best and we will see you with another video. Thank you.